കലോത്സവ വേദിയിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് ആശംസകൾ അറിയിച്ച UGS ഗോൾഡ് ലോൺ. എങ്ങനെയുണ്ട് കലോത്സവം കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? നിലവിലിപ്പം അതായത് 10-60,000 പേര് പങ്കെടുക്കുന്നുണ്ട്. 18 കുട്ടികൾ അത്രയാണെങ്കിൽ പോലും ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾ 10,000-ൽ പരം കുട്ടികൾ പങ്കെടുക്കുന്നു. അതോടൊപ്പം ഇത്രയും വലിയ സംഘാടനം ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ വടക്കുന്നാഥൻ്റെ മുന്നിൽ വളരെ നല്ല രീതിയിൽ കലാമാമാങ്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ സംഘാടക സമിതി അല്ലെങ്കിൽ സംഘാടനത്തിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. കാരണം ഇത്രയും നല്ലൊരു പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ 25ഓളം വേദികളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ കുട്ടികളുടെ അക്കോമഡേഷൻ മുതൽ അവരുടെ ഫുഡ്, നമുക്കറിയാം പഴയടത്തിൻ്റെ സദ്യ, അങ്ങനെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരിക്കലെങ്കിലും കലോത്സവ വേദികളിൽ എത്താൻ നമ്മളൊക്കെ ശ്രമിക്കാറുണ്ട്. കഴിയുന്ന സമയങ്ങളിൽ വരാറുണ്ട്, പോകാറുണ്ട്, പങ്കെടുക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. ഇല്ലല്ല, അങ്ങനെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ സ്റ്റേജിൽ കയറാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ അതൊരു സീരിയസ് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഇപ്പോൾ കലോത്സവ നഗരിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഞാൻ വന്നപ്പോൾ അവിടെ സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ എന്താണെന്നില്ലാത്ത നമ്മളൊക്കെ കലോത്സവ വേദികളിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ പഴയ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഒരു രസമാവാമെന്ന് വിചാരിച്ചു. മത്സരമാകുമ്പോൾ നമുക്കറിയാം ജയം പരാജയം അല്ലേ, ജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും. അപ്പോൾ എല്ലാം അതിൻ്റേതായ ഒരു സെൻസിൽ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക. ഓരോ പരാജയവും വിജയത്തിൻ്റെ ചവിട്ടുപടികളായിട്ട് എടുക്കുക. എല്ലാ മത്സരാർത്ഥികൾക്കും UGS ഗോൾഡ് ലോണിൻ്റെയും എൻ്റെയും വിജയാശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ്.